വിദ്യാസാഗറിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചാണ്. അതിലെ തിയറി പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ പ്രോബ്ലം പാർട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമ്മൾ ഈ പ്രോബ്ലം പാർട്ട് ചെയ്ത് അവസാനിപ്പിക്കുന്നതാണ്. സോ നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കുവാണ്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ബോർഡിൽ കാണുവാനായിട്ട് സാധിക്കും. ക്വസ്റ്റ്യനോടനുബന്ധിച്ച് ഒരു ഫിഗറും തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം, കേട്ടോളൂ. ക്വസ്റ്റ്യൻ ഇതാണ്: ഫിഗർ ഷോസ് the velocity time curve for a particle traveling along a straight line. Find the distance covered in 6 seconds and the displacement in 6 seconds. അപ്പോൾ ഈ ഫിഗർ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുന്ന ഒരു പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് 6ാമത്തെ സെക്കൻഡിൽ ആ വസ്തുവിനുണ്ടായ കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് തന്നിരുന്നാൽ അതിൽ നിന്നും എങ്ങനെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ അല്ലെങ്കിൽ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ അണ്ടറിലുള്ള ഏരിയ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽഡ് ബൈ ദ പാർട്ടിക്കിൾ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫ് നമുക്ക് നോക്കിയാൽ മനസ്സിലാകുന്നത് ഇവിടെ ടൈം 0 ആണ്. അതായത് ആ പാർട്ടിക്കിൾ ട്രാവൽ ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ ഉള്ള സമയം. അതിനുശേഷം ടൈം 2 seconds ആവുന്നു. അത്രയും സമയം 0 to 2 seconds ആ ബോഡി ട്രാവൽ ചെയ്യുന്നത് യൂണിഫോം ആക്സിലറേഷനിലാണ്. കാരണം വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. വെലോസിറ്റി എന്താണ്? യൂണിഫോം ആയിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് ഒരു പർട്ടിക്കുലർ വെലോസിറ്റി 2 meter per second അല്ലെങ്കിൽ 2 meter second ഇൻവേഴ്സ് എന്ന് പറയുന്ന ഒരു വെലോസിറ്റിയിലേക്ക് 2 seconds ആകുമ്പോൾ ആ ബോഡി എത്തുന്നു. അതിനുശേഷം 4 seconds വരെ ആ പാർട്ടിക്കിൾ സഞ്ചരിക്കുന്നത് എന്തിനാണ്? യൂണിഫോം വെലോസിറ്റിയിൽ നിന്ന്. കാരണം 4 seconds വരെ ആ ബോഡിയുടെ വെലോസിറ്റിയിൽ യാതൊരുവിധ മാറ്റങ്ങളും ഇല്ല, 2 meter per second തന്നെയാണ്. സോ 4 seconds വരെ ആ ബോഡി എന്ന് പറയുന്നത് യൂണിഫോം വെലോസിറ്റിയിലാണെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇനി 4 seconds കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 4 seconds കഴിഞ്ഞിട്ട് എന്ത് പറ്റുന്നു? ആ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നു? 4 seconds കഴിഞ്ഞ ശേഷം ആ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി കുറയുന്നു. ഓക്കെ, വെലോസിറ്റി കുറഞ്ഞ് 0 ആകുന്നു. അതിനുശേഷം 6ാമത്തെ സെക്കൻഡിലേക്ക് എത്തുമ്പോൾ ആ പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയിൽ എന്ത് ചേഞ്ച് ആണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി നെഗറ്റീവ് ആയിട്ട് മാറുന്നു. എന്തായിട്ട് മാറുന്നു? നെഗറ്റീവ് ആയിട്ട് മാറുന്നു. അതിനർത്ഥം എന്ന് പറയുന്നത് ആ പാർട്ടിക്കിൾ ആദ്യം ഏത് ഡയറക്ഷനിലാണോ സഞ്ചരിച്ചു കൊണ്ടിരുന്നത് അതിന് നേരെ വിപരീതമായിട്ടുള്ള ഡയറക്ഷൻ അല്ലെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അവസാനത്തെ 6ാമത്തെ സെക്കൻഡിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഗ്രാഫിൽ നിന്നും ഈ വസ്തുവിന്റെ കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് അതുപോലെ ഡിസ്പ്ലേസ്മെന്റും അറ്റ് 6 seconds നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് ആണെന്ന് കരുതിക്കോളൂ. അപ്പോൾ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 6ാമത്തെ സെക്കൻഡിൽ ആ വസ്തു എത്രത്തോളം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, 6ാമത്തെ സെക്കൻഡ് വരെ എത്രത്തോളം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിസ്റ്റൻസ് കിട്ടും അല്ലേ? നമുക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടി ഈ ഗ്രാഫിനെ കുറച്ച് ജോമെട്രിക്കൽ ഷേപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഈ ഗ്രാഫിന്റെ ടോട്ടൽ ഷേപ്പ് ഇതായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരച്ചപ്പോൾ ഇവിടെ എനിക്കൊരു ട്രയാങ്കിൾ കിട്ടി. അതുപോലെ ഇവിടെ നിന്ന് ഞാൻ താഴേക്ക് വരച്ചു, അപ്പോൾ എനിക്കൊരു സ്ക്വയർ എന്ന് പറയുന്ന ഒരു ജോമെട്രിക്കൽ ഷേപ്പ് കിട്ടി. അതുപോലെ ഇവിടെ നിന്ന് നമ്മൾ മേലോട്ട് നമ്മുടെ ഈ എക്സ് ആക്സിലേക്ക് ഒരു ലൈൻ വരച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ട്രയാങ്കിൾ കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രാഫിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ എല്ലാ ജോമെട്രിക്കൽ ഷേപ്പിന്റെയും കൂടെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ടോട്ടൽ ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ കിട്ടും. അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഈ ടോട്ടൽ ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ഏരിയ ഓഫ് 1 എന്താണ്? സോ ഏരിയ ഓഫ് 1 പ്ലസ് ഏരിയ ഓഫ് 2 പ്ലസ് ഏരിയ ഓഫ് 3 ഓക്കെ പ്ലസ് ഏരിയ ഓഫ് 4. ഓക്കെ, അപ്പോൾ ഈ 4 ജിയോമെട്രിക്കൽ ഷേപ്സിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ടോട്ടൽ ഈ ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഒരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ സൈൻ കൺവെൻഷൻ ഒന്നും പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമില്ല. കാരണം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കും. അതായത് വസ്തുവിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്താലും ഒക്കെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടൈം പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് വസ്തു മൂവിംഗിലാണെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുള്ളൂ, ഒരിക്കലും ഡിക്രീസ് ചെയ്ത് വരില്ല. അത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഈ ഏരിയകൾ കണ്ടുപിടിക്കുകയാണ്. ആദ്യത്തെ നമുക്ക് എന്താണ്? ഒരു ട്രയാങ്കിൾ ആണ്. ആ ട്രയാങ്കിളിന്റെ ബേസ് അല്ലെങ്കിൽ പാദം എന്ന് പറയുന്നത് 2 seconds ആണ്. ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്. അതും എത്ര തന്നെയാണ്? 2 തന്നെയാണ് അല്ലേ? സോ ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് BH ആണ്. സോ ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? ബേസ് എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്, 2 seconds ആണ്. ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 2 തന്നെയാണ്. 2
മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അടുത്ത നമ്മൾ ഏരിയ കണ്ടുപിടിക്കുന്നത് നമ്മുടെ ഈ രണ്ടാമത്തെ ഫിഗറിന്റെ ആണ്. അത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഇവിടെ 4 സെക്കൻഡ്സ് ആയിരുന്നു അല്ലേ. സോ ഈ 2 മുതൽ 4 സെക്കൻഡ് വരെ അതിനിടയ്ക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ഡിവിഷൻസ് ഉണ്ട്? 2 ഡിവിഷൻസ് ഉണ്ടാവും. സോ ഇത് 2 സെക്കൻഡ്സ് ആയിരിക്കും അല്ലെ, ഇതിനിടയ്ക്ക് 2 സെക്കൻഡ്സ് ഉണ്ടായിരിക്കും. അതുപോലെ ഈ വൺ സൈഡ് 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതും 2 ആയിരിക്കും, ഇതും 2 ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയ ഈ ജോമെട്രിക്കൽ ഷേപ്പ് എന്ന് പറയുന്നത് സ്ക്വയർ ആണ്. സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാം എന്താണ്, ഒരു വശത്തിന്റെ വർഗ്ഗം എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു വശം 2 ആണ്. സോ 2 × 2 പ്ലസ് അടുത്ത കണ്ടുപിടിക്കാനുള്ള ഏരിയ എന്ന് പറയുന്നത് മൂന്നാമത്തെ ജോമെട്രിക്കൽ ഷേപ്പിന്റെ ഏരിയ ആണ്. മൂന്നാമത്തെ ജോമെട്രിക്കൽ ഷേപ്പ് ഒരു ട്രയാങ്കിൾ ആണ്. അവിടുത്തെ ബേസ് എത്രയാണെന്ന് അറിയാമോ? ഇവിടെ 4 ആണ്, ഇവിടെ 5 ആണ്. സോ ഈ ബേസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും അല്ലേ. സോ 1 സെക്കൻഡ്സ് ആയിരിക്കും ബേസ് വരുന്നത് അല്ലേ. 1 സെക്കൻഡ് ആണ് നമ്മളെ ഇവിടുത്തെ ബേസ് യൂണിറ്റ് ആയിട്ട് വരുന്നത് അല്ലേ. അതുപോലെ തന്നെ ഇവിടുത്തെ ഹൈറ്റ് എത്രയായിരിക്കും? ഹൈറ്റ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് 2 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. സോ അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് 1/2 × 1 × 2 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. പ്ലസ് ഏരിയ ഓഫ് 4. ഏരിയ ഓഫ് 4 എന്താണ്? ഏരിയ ഓഫ് 4 കണ്ടുപിടിക്കുമ്പോൾ 5 to 6 വരെയാണ് അതിന്റെ ബേസ് വരുന്നത് അല്ലേ. അതുപോലെ അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ നെഗറ്റീവ് ഡയറക്ഷനിലാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഡയറക്ഷൻ എടുക്കുമ്പോഴും എത്ര തന്നെ ആയിരിക്കും? അത് 2 തന്നെയായിരിക്കും. പക്ഷെ നമ്മൾ -2 എടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം നമ്മളിവിടെ ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യുന്നത് നമ്മൾ -2 എടുക്കേണ്ട, കറസ്പോണ്ടിങ് അതിന്റെ വാല്യൂ മാത്രം എടുത്താൽ 2 എന്ന് മാത്രം എടുത്താൽ മതി. സോ അതിന്റെ ഏരിയ എന്ത് തന്നെ ആയിരിക്കും? ആ ട്രയാങ്കിളിന്റെ ഏരിയയും 1/2 × ബേസ് 1 × ഹൈറ്റ് 2 തന്നെ ആയിരിക്കും അല്ലേ. സോ ഇതെല്ലാം കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും നോക്കാം. ഇതിൽ 2 × 2 ക്യാൻസൽ ചെയ്തു അല്ലേ. സോ നമുക്ക് ഇവിടെ 2 എന്ന് കിട്ടും, പ്ലസ് ഇവിടെ 4 കിട്ടും, പ്ലസ് ഇവിടെ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 1 എന്ന് കിട്ടും, പ്ലസ് ഇവിടെ എത്ര തന്നെ കിട്ടും? 1 എന്ന് തന്നെ കിട്ടും അല്ലേ. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 + 2 6 + 1 7 + 1 8. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 എന്ന് കിട്ടും. 8 മീറ്റർ എന്ന് കിട്ടും. എത്ര കിട്ടും? 8 മീറ്റർ എന്ന് കിട്ടും. സോ കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് 6 സെക്കൻഡ്സിലുള്ള നമുക്ക് എത്ര കിട്ടി? 8 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ അല്ലേ. ഇനി ഇതുപോലെ തന്നെ കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ കണക്കാക്കണം. അതായത് 6 സെക്കൻഡിൽ ആ വസ്തു അല്ലെങ്കിൽ ആ പാർട്ടിക്കിൾ സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ കണക്കാക്കണം. ഡിസ്പ്ലേസ്മെന്റ് കണക്കാക്കുമ്പോൾ നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടത്തെ ആദ്യത്തെ 5 സെക്കൻഡ് വരെ കുഴപ്പമില്ല. അതായത് ഇതുവരെയാണ് 5ാമത്തെ സെക്കൻഡ് എന്ന് പറയുന്നത്, അതുവരെ കുഴപ്പമില്ല. ഈ ബോഡി എന്ന് പറയുന്നത് എന്താണ്? അതിന് പോസിറ്റീവ് വെലോസിറ്റി തന്നെയായിരുന്നു. ഇവിടെ റിട്ടാർഡേഷൻ ഉണ്ടായിരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു 5ാമത്തെ സെക്കൻഡ് വരെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ 5ാമത്തെ സെക്കൻഡ് മുതൽ 6ാമത്തെ സെക്കൻഡ് വരെ ആ വസ്തുവിന് എന്താണ്? നെഗറ്റീവ് വെലോസിറ്റിയാണ്. എന്താണ്? നെഗറ്റീവ് വെലോസിറ്റിയാണ്. കാരണം അത് ആദ്യം ഏത് ഡയറക്ഷനിലാണോ സഞ്ചരിച്ചു കൊണ്ടിരുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്നാണ് ഈ നെഗറ്റീവ് വെലോസിറ്റി സൂചിപ്പിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അതെന്താണ് ഞാൻ പറയാം. സോ ഇവിടെ നമ്മൾ ഏരിയ കണ്ടുപിടിക്കേണ്ടത് ഏരിയ ഓഫ് 1 തന്നെയാണ് അല്ലേ. ഏരിയ ഓഫ് 1 പ്ലസ് ഏരിയ ഓഫ് 2 എന്താണ്? ഏരിയ ഓഫ് 2 പ്ലസ് ഏരിയ ഓഫ് 3. ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, കാരണം എന്താണ്? അതുവരെ ആ വസ്തു സഞ്ചരിച്ചുകൊണ്ടിരുന്നത് പോസിറ്റീവ് ഡയറക്ഷൻ തന്നെയാണ്. പക്ഷേ 5ാമത്തെ സെക്കൻഡിന് ശേഷം, അതായത് ഈ 3 എന്ന് പറയുന്ന ജോമെട്രിക്കൽ ഷേപ്പ് കഴിഞ്ഞതിന് ശേഷം ആ ബോഡി സഞ്ചരിക്കുന്നത് എങ്ങോട്ടാണ്? നെഗറ്റീവ് ഡയറക്ഷനിലേക്കാണ്. സോ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് ഒരു ഡിസ്പ്ലേസ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെയും പരിഗണിക്കുക. നമ്മൾ നെഗറ്റീവ് ഡയറക്ഷനിൽ നമ്മൾ ഒരു ഏരിയ കണക്കാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. നെഗറ്റീവ് ഡയറക്ഷനിൽ നമ്മൾ ഒരു ഏരിയ കണക്കാക്കുമ്പോൾ എന്ത് ചെയ്യണം? അതിന് നമ്മൾ മൈനസ് സൈൻ കൊടുത്താൽ എഴുതിയാൽ. സോ മൈനസ് ഏരിയ ഓഫ് 4 ജോമെട്രിക്കൽ ഷേപ്പ് 4 എന്ന് നമുക്ക് എഴുതാനും സാധിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും നോക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. നേരത്തെ ചെയ്തതുപോലെ 1/2 × ആദ്യത്തെ ഏരിയ എത്രയാണ്? ആദ്യത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ ബേസ് × ഹൈറ്റ് അല്ലേ. ആദ്യത്തെ 1/2 × ബേസ് എന്ന് പറയുന്നത് 2 × ഹൈറ്റ് 2 പ്ലസ് അടുത്ത ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ സ്ക്വയറിന്റെ ഏരിയ ആണ്. അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 2 × 2. ഓക്കെ, പ്ലസ് അടുത്ത 1/2 × ബേസ് അവിടുത്തത് 1 ആണ്, ഹൈറ്റ് 2 തന്നെയാണ്. ഓക്കെ, അടുത്ത എന്താണ്? മൈനസ് ആണ്. അത് ശ്രദ്ധിക്കുക. അടുത്ത നമ്മുടെ ട്രയാങ്കിൾ എന്ന് പറയുന്നത് അതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 1/2 × 1 × 2 തന്നെയാണല്ലേ. ഓക്കെ അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെ സോൾവ് ചെയ്യാൻ നമുക്ക് എത്ര കിട്ടും? ഇവിടെ നമുക്ക് 2 തന്നെ കിട്ടും. അതുപോലെ ഇവിടെ നമുക്ക് 4 കിട്ടും. അതുപോലെ ഇവിടെ എത്ര കിട്ടും? നമുക്ക് 1 കിട്ടും. -1 കിട്ടും അല്ലേ. സോ നമുക്ക് ഇത് എത്ര കിട്ടും? ഇതെല്ലാം കൂടെ ആഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 6 കിട്ടും. 6 എന്ന് പറയുമ്പോൾ അതിന്റെ യൂണിറ്റ് എത്രയാണ്? 6 മീറ്റേഴ്സ് ആണ്. സോ 6 സെക്കൻഡിൽ ഈ പാർട്ടിക്കിൾ സഞ്ചരിച്ച കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 8 മീറ്റർ ആണ്. പക്ഷേ കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 6 മീറ്റർ ആയിരിക്കും. എത്ര മീറ്റർ ആയിരിക്കും? 6 മീറ്റർ ആയിരിക്കും. സോ നമ്മുടെ ഈ ക്വസ്റ്റ്യന് നമ്മുടെ ആൻസർ കണ്ടെത്തി കഴിഞ്ഞു. ഇങ്ങനത്തെ ഗ്രാഫ് നിങ്ങൾക്ക് തന്നിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് ആ ഗ്രാഫ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏരിയ കണക്കാക്കുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഏരിയ നമ്മൾ മൈനസ് ചെയ്യണം. നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് പോയ ആ ജോമെട്രിക്കൽ ഷേപ്പിന്റെ ഏരിയ നമ്മൾ
മൈനസ് ചെയ്ത് എടുക്കണം. അതാണ് നമ്മളിവിടെ ഓർമ്മിച്ച് വയ്ക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പോസിറ്റീവ് ഡയറക്ഷനുള്ള എല്ലാ ജോമെട്രിക്കൽ ഷേപ്പിന്റെയും ഏരിയ ഡിസ്പ്ലേസ്മെന്റ് കണക്കാക്കുമ്പോൾ പ്ലസ് സൈൻ ഇട്ടും നെഗറ്റീവ് ഡയറക്ഷനിലേക്കുള്ള ജോമെട്രിക്കൽ ഷേപ്പിന്റെ ഏരിയ മൈനസ് സൈൻ ഇട്ടും റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് എ വെലോസിറ്റി 40 meters second inverse. Then answer find. First sub question A, the maximum height. Then second sub question, time of ascent. Then third sub question, time of flight. And fourth sub question, velocity when it is at a height of 60 meter. അപ്പോൾ ഇത്രയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള എന്താണ്? ഒരു ബോഡി വെർട്ടിക്കലി അപ്വേർഡ് ആയിട്ട് നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നു. ഓക്കെ, എന്ത് ചെയ്യുന്നു? വെർട്ടിക്കലി അപ്വേർഡ് ആയിട്ട് പ്രൊജക്ട് ചെയ്യുന്നു. ഇത് നമ്മുടെ മോഷൻ അണ്ടർ ഗ്രാവിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന പ്രോബ്ലം ആണ്. വെർട്ടിക്കലി അപ്വേർഡ് ആയിട്ട് നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നു. അപ്പോൾ വെർട്ടിക്കലി അപ്വേർഡ് ആയിട്ട് പ്രൊജക്ട് ചെയ്യുന്ന ആ ഒരു വെലോസിറ്റി എത്രയാണ്? 49 meters second inverse എന്നാണ്. ആ 49 meters second inverse എന്ന് പറയുന്ന വെലോസിറ്റി അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി ആയിരിക്കുമെന്ന് കൂടി ഓർത്ത് വയ്ക്കുക. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ മാക്സിമം ഹൈറ്റ് അച്ചീവ്ഡ് ബൈ ദ ബോഡി. എന്താണ് മാക്സിമം ഹൈറ്റ്? ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാക്സിമം ഹൈറ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആദ്യത്തെ എന്ന് പറയുന്നത് മാക്സിമം ഹൈറ്റ് ആണ്. എ എന്ന് പറയുന്ന മാക്സിമം ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. ദെൻ നമുക്ക് ടൈം ഓഫ് അസെന്റ് കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? ടൈം ഓഫ് അസെന്റ്. അതായത് ഈ ബോഡി അപ്വേർഡ് ആയിട്ട് മുകളിലേക്ക് എറിയുമ്പോൾ മുകളിലേക്ക് ഇങ്ങനെ പോകുമല്ലേ? അപ്പൊ മുകളിലേക്ക് ഇങ്ങനെ പോയി ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ ഈ ബോഡി സ്റ്റോപ്പ് ആവും. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലേക്ക് സ്റ്റോപ്പ് ആയിട്ട് എന്ത് ചെയ്യും? താഴേക്ക് വരും. അപ്പോൾ ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലേക്ക് ആ ബോഡി സ്റ്റോപ്പ് ആവൂലേ? അതുവരെ ആ ഒരു സെക്കൻഡ് വരെ നമ്മൾ എറിഞ്ഞത് മുതൽ ആ ഒരു സെക്കൻഡ് വരെ ആ ബോഡി എത്ര ടൈമാണ് ട്രാവൽ ചെയ്തത്, അതാണ് നമ്മുടെ ടൈം ഓഫ് അസെന്റ് എന്ന് പറയുന്നത്. അതായത് ബോഡി ഇങ്ങനെ പൊങ്ങിപ്പോയപ്പോൾ ആ ബോഡി ആ ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വരെ എത്താനെടുത്ത സമയം. ഓക്കെ, അതാണ് ടൈം ഓഫ് അസെന്റ് എന്ന് പറയുന്നത്. അതായത് മാക്സിമം ഹൈറ്റ് അച്ചീവ് ചെയ്യാൻ ആ ബോഡി എടുത്ത സമയത്തെയാണ് നമ്മൾ ടൈം ഓഫ് അസെന്റ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് മൂന്നാമത് കണ്ടുപിടിക്കേണ്ടത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. എന്താണ്? ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നാലാമത് കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ വെലോസിറ്റി ആണ്. എന്താണ്? അതിൻ്റെ വെലോസിറ്റി ആണ്. വെലോസിറ്റി വെൻ ഇറ്റ് ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് 60 meter. അതായത് ഹൈറ്റ് 60 meter ആകുമ്പോൾ ആ ബോഡിയുടെ വെലോസിറ്റി എത്ര ആയിരിക്കണമെന്നും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തൊട്ട് തന്നെ തുടങ്ങാം. നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണ് നമുക്കൊന്ന് എടുത്തെഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ഇനിഷ്യൽ വെലോസിറ്റി. എന്താണ് ഇനിഷ്യൽ വെലോസിറ്റി? u ഇസ് ഈക്വൽ ടു +49 meters second inverse എന്നാണ്. ഇത് +49 എന്ന് എടുക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഈ ബോഡിയെ താഴെ നിന്നും വെർട്ടിക്കലി അപ്വേർഡ് ആയിട്ടാണ് എറിയുന്നത്. സോ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് മെഷർ ചെയ്യുന്നത് മുകളിലേക്കാണ്, അപ്വേർഡ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മോഷൻ അണ്ടർ ഗ്രാവിറ്റി എന്ന് പറയുന്ന നമ്മുടെ ടോപ്പിക്കിൽ പറഞ്ഞായിരുന്നു. അപ്വേർഡ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന എല്ലാ ക്വാണ്ടിറ്റിയും നമ്മൾ പോസിറ്റീവായിട്ടും ഡൗൺവേർഡ് മെഷർ ചെയ്യുന്ന എല്ലാ ക്വാണ്ടിറ്റിയും നമ്മൾ നെഗറ്റീവായിട്ടും എടുക്കണം. സോ ഇനിഷ്യൽ വെലോസിറ്റി യു നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തു, കാരണം അത് അപ്വേർഡ് ആണ് ആ ബോഡി മൂവ് ചെയ്യുന്നത്. സോ അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി അപ്വേർഡ് ആയിരിക്കും. സോ വിച്ച് ഇസ് +49 meters second inverse നമുക്ക് എടുക്കാൻ സാധിക്കും. അതുപോലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ബോഡി അക്യൂർ ചെയ്യുന്ന മാക്സിമം ഹൈറ്റ് ആണ്. ഓക്കെ, മാക്സിമം ഹൈറ്റ് ഈ ബോഡി അക്യൂർ ചെയ്യുമ്പോൾ ആ ബോഡി കുറച്ച് സെക്കൻഡ് സമയത്തേക്ക് എന്ത് ചെയ്യും? റെസ്റ്റിലാവും. ഇതാണ് ഈ ബോഡി അക്യൂർ ചെയ്യുന്ന മാക്സിമം ഹൈറ്റ് എച്ചാണെന്ന് വെക്കുക. സോ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഇവിടെ നിറയുന്ന ഈ ബോഡി ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് വന്നിട്ട് ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലേക്ക് റെസ്റ്റിലാവും. സോ ഈ ഒരു മോഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റിയാണ് ഞാൻ ഈ പറഞ്ഞ +49 എന്ന് പറയുന്നത്. സോ ഫൈനൽ വെലോസിറ്റി ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് സമയത്തേക്ക് ആ ബോഡി റെസ്റ്റിലാവുന്നതുകൊണ്ട് നമ്മൾ ഫൈനൽ വെലോസിറ്റി v is equal to 0 എന്നെടുക്കുന്നു. 0 എന്നെടുക്കുന്നു. ഓക്കെ, ഇനി എ നമുക്കറിയാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിച്ച് ഈസ് ഓൾവേസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. അതിന് നമ്മൾ -9.8 meters second raised to -2 എന്നാണ് എടുക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാക്സിമം ഹൈറ്റ് ആണ്. സോ നമ്മൾ അതിനെ എസ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് ഓഫ് മോഷൻസ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതിൽ ഏത് ഇക്വേഷനിലാണ് നമ്മൾ ഈ വാല്യൂസ് ഇട്ട് കൊടുത്താൽ എസ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കുക. അല്ല, ആദ്യത്തെ ഇക്വേഷൻ v is equal to u+8 നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിന് നമുക്ക് എസ് എന്ന് പറയുന്ന ഒരു ടേമേ ഇല്ല അല്ലെ? മാക്സിമം ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്നോ ഡിസ്പ്ലേസ്മെന്റ് എന്നോ പറയുന്ന ടേമേ v is equal to u+8 ഇല്ല. ഇനി നമ്മൾ s is equal to ut+80² എന്ന രണ്ടാമത്തെ ഇക്വേഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ടൈമിന്റെ ഒരു
ഫാക്ടർ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ തന്നിരിക്കുന്നതിൽ ടൈം ഫാക്ടർ ഇല്ല. സോ ആ ഇക്വേഷൻ നമ്മൾ ഒഴിവാക്കുക. നമ്മൾ മൂന്നാമത്തെ ഇക്വേഷൻ കൺസിഡർ ചെയ്യുന്നു, v സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഇക്വൽ ടു 2as. ആ ഇക്വേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഈ കയ്യിലുള്ള വാല്യൂസ് ഒക്കെ ആ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എസ് കിട്ടും. സോ നമ്മൾ കൺസിഡർ ചെയ്യുന്നു v സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 2as എന്ന് പറയുന്ന ഇക്വേഷൻ. ഓക്കെ, ഇവിടെ നമുക്ക് എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ കയ്യിൽ വി സ്ക്വയർ ഉണ്ട്, യു സ്ക്വയർ ഉണ്ട്, എ ഉണ്ട്. ഓക്കെ, അപ്പോൾ വി എന്ന് പറയുന്നത് എത്രയാണ്? 0. സോ 0 സ്ക്വയർ മൈനസ് യു സ്ക്വയർ. യു എത്രയാണ്? യു എന്ന് പറയുന്നത് 49 ആണ്. സോ 49 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എ. എത്രയാണ്? -9.8 ഇൻറ്റു എസ്. ഓക്കെ അല്ലേ? സോ ഇതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എസ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ എസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഈ എസ് ഉൾപ്പെടുന്ന ഈ ടൈമിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു, അതുപോലെ ഇതിനെ അപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ നമുക്ക് മൈനസ് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 ഇൻറ്റു 9.8 ഇൻറ്റു എസ് എന്ന് എഴുതുന്നു, ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. ദെൻ ഇതിനെ അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 49 സ്ക്വയർ നമുക്ക് കിട്ടും അല്ലേ? ഓക്കെ അല്ലേ? ഇനി എന്ത് കിട്ടും? ഇതിന് എസ് എങ്ങനെ കണ്ടുപിടിക്കാം? എസ് ഈസ് ഈക്വൽ ടു 49 സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു 9.8 നമുക്ക് എഴുതാനായിട്ട് സാധിക്കും അല്ലേ? സോ ഇതിന് നമുക്ക് ക്യാൻസൽ ചെയ്ത് എഴുതുമ്പോൾ എത്ര കിട്ടും? നമ്മുടെ ഉള്ളത് 49 സ്ക്വയർ ബൈ 2 ഇൻറ്റു 9.8 ആണ്. സോ ഞാൻ ഉപയോഗിക്കുന്ന സയന്റിഫിക് കാൽക്കുലേറ്റർ ആണ്. ഇത് നിങ്ങൾക്ക് എക്സാമിന് ഉപയോഗിക്കാൻ കഴിയുന്ന കാൽക്കുലേറ്റർ ആണ്. FX82MS എന്ന് പറയുന്ന മോഡലുള്ള സയന്റിഫിക് കാൽക്കുലേറ്റർ ആണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എക്സാമിന് പബ്ലിക് എക്സാമിന് ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ ഇത് പ്രോഗ്രാമബിൾ കാൽക്കുലേറ്റർ അല്ല. പ്രോഗ്രാമബിൾ ആയിട്ടുള്ള കാൽക്കുലേറ്റർ ഉണ്ട്, നമുക്ക് എക്സാമിന് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. ഇതിന്റെ ഹയർ വെർഷൻസ് ഉണ്ട് കാൽക്കുലേറ്റർ, അത് നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ലെന്നൊക്കെയാണ് എക്സാമിന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും നോക്കാം. ഞാനൊന്ന് ചെയ്തു നോക്കുകയാണ്. അപ്പോൾ 49 സ്ക്വയർ ഓക്കെ ഡിവൈഡഡ് ബൈ എത്രയാണ്? 2 ഇൻറ്റു 9.8 ആണ്. 2 ഇൻറ്റു 9.8. ഓക്കെ, 2 ഇൻറ്റു 9.8. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 122.5 എന്ന് കിട്ടും. എത്ര കിട്ടും? 122.5 മീറ്റർ എന്ന് കിട്ടും. എന്താണ് ഇത്? മാക്സിമം ഹൈറ്റ് അല്ലേ? അപ്പോൾ 122.5 മീറ്റർ നമുക്ക് മാക്സിമം ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ, എയുടെ ആൻസർ നമുക്ക് എത്ര കിട്ടി? മാക്സിമം ഹൈറ്റ് 122.5 മീറ്റർ എന്ന് കിട്ടി. ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്നു. അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ടൈം ഓഫ് അസെന്റ് ആണ്. എന്താണ് ടൈം ഓഫ് അസെന്റ്? അതായത് ഈ ബോഡി ഞാൻ ഈ ഒരു പോയിന്റിൽ നിന്ന് മുകളിലേക്ക് എറിഞ്ഞപ്പോൾ ഈ മുകളിലേക്ക് ഈ ഒരു പോയിന്റ് വരെ ഈ ബോഡി എത്താനെടുത്ത സമയം, അതാണ് നമ്മുടെ ടൈം ഓഫ് അസെന്റ്. ഇത്രയും ദൂരം ഈ ബോഡി സഞ്ചരിക്കാനെടുത്ത സമയത്തെയാണ് ടൈം ഓഫ് അസെന്റ് എന്ന് പറയുന്നത്. ഈ ബോഡി തിരിച്ചു വരുമ്പോഴുള്ള സമയം നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഈ ബോഡി മുകളിലേക്ക് പോയി റെസ്റ്റിലാവാൻ എടുത്ത സമയം മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതാണ് നമ്മുടെ ടൈം ഓഫ് അസെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടൈം ഓഫ് അസെന്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത കണ്ടുപിടിക്കാനുള്ള എന്താണ്? ടൈം ഓഫ് അസെന്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? യു ഉണ്ട്, വി ഉണ്ട്, പിന്നെ എ ഉണ്ട്, ആക്സലറേഷൻ ഉണ്ട്, -9.8 മീറ്റർ സെക്കൻഡ് റൈസ് ടു -2. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാൻ കഴിയുന്ന ഇക്വേഷൻ ഏതാണ്? നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുക. v is equal to u plus at. ഇതിനകത്ത് നമുക്ക് ഇട്ട് കൊടുക്കാൻ കഴിയത്തില്ലേ? v is equal to u plus at. ഇതിനകത്ത് v നമുക്കുണ്ട്, u ഉണ്ട്, a ഉണ്ട്. അപ്പോൾ നമുക്ക് ടൈം കിട്ടത്തില്ലേ കറസ്പോണ്ടിങ്? ഇവിടെ v എന്ന് പറയുന്നത് 0 ആണ്, u എന്ന് പറയുന്നത് 49 ആണ്, പ്ലസ് a എന്ന് പറയുന്നത് എത്രയാണ്? a എന്ന് പറയുന്നത് -9.8 ആണ് നമുക്കറിയാം, ഇൻറ്റു t എന്ന് കിട്ടും അല്ലേ? സോ ഇതിൽ നമുക്ക് എത്ര കിട്ടും? 9.8 t is equal to 49 എന്ന് കിട്ടും. അതിൽ നിന്നും t is equal to 49 divided by 9.8 എന്ന് കിട്ടും അല്ലേ? ഓക്കെ അല്ലേ? ഇത് നമുക്ക് എങ്ങനെ ക്യാൻസൽ ചെയ്യാം? ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ 49 ഡിവൈഡ് ബൈ 98 ഇൻറ്റു 10 എന്ന് എഴുതാം. സോ അതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ 2, ദെൻ 10/2 is equal to 5 എന്ന് കിട്ടും. എത്ര കിട്ടും? 5 സെക്കൻഡ്സ് എന്ന് കിട്ടും. 5 സെക്കൻഡ്സ് ടൈം ആണ്, യൂണിറ്റ് സെക്കൻഡിലാണ്. 5 സെക്കൻഡ്സ് എന്ന് കിട്ടും. സോ ടൈം ഓഫ് അസെന്റ്, അത് ഈ ബോഡി താഴെ നിന്നും മുകളിലേക്ക് എത്താൻ എടുത്ത സമയം എന്ന് പറയുന്നതാണ് ടൈം ഓഫ് അസെന്റ്. അത് നമുക്ക് എത്ര കിട്ടി? 5 സെക്കൻഡ്സ് എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് മാക്സിമം ഹൈറ്റ് എത്രയാണ് കിട്ടിയത്? മാക്സിമം ഹൈറ്റ് നമുക്ക് 122.5 മീറ്റർ എന്ന് കിട്ടി. അതുപോലെ തന്നെ ടൈം ഓഫ് അസെന്റ് 5 സെക്കൻഡ്സ് എന്ന് കിട്ടി അല്ലേ? ഇനി അടുത്ത നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. അതായത് ഈ ബോഡി ഈ താഴെ നിന്നും മുകളിലേക്ക് പോയി, ഇനി മുകളിൽ നിന്ന് നേരെ തിരിച്ച് താഴേക്ക് വരില്ലേ? ഞാനിങ്ങനെ വരച്ചത് നിങ്ങൾക്ക് മനസ്സിലാവണം, അല്ലെങ്കിൽ ഞാൻ ഒറ്റ സിംഗിൾ ലൈനിട്ടേ ഇത് തിരിച്ചും വരയ്ക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കണം, അതിൽ അപ്പും ഡൗൺവേർഡ് മോഷൻ റെപ്രസെന്റ് ചെയ്താൽ മതി. പക്ഷേ അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബോഡിയുടെ അപ്വേർഡ് മോഷൻ അതുപോലെ ഡൗൺവേർഡ് മോഷൻ, ഈ ടോട്ടൽ മോഷനിൽ ഈ ബോഡിയുടെ ടൈം ഓഫ് ഫ്ലൈറ്റ്, എത്ര സമയം കൊണ്ടാണ് ഈ ബോഡി താഴെ നിന്ന് മുകളിലേക്ക് പോയി ദെൻ മുകളിൽ നിന്നും താഴേക്ക് എത്തിയെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, ഈ ബോഡിയുടെ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടുത്തെ യു എന്ന് പറയുന്നത് 49 തന്നെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ വി എടുക്കുമ്പോൾ 0 ആയിട്ട് എടുക്കരുത്. കാരണം എന്ന് പറയുന്നത് ഈ ബോഡിയുടെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ബോഡി ഭൂമിയിലേക്ക് വന്ന് പതിക്കുന്ന വെലോസിറ്റിയാണ്.
ഭൂമിയിലേക്ക് വന്ന് പതിക്കുമ്പോൾ ആ ബോഡിയുടെ വെലോസിറ്റി എപ്പോഴെങ്കിലും സീറോ ആവുന്നുണ്ടോ? ഒരിക്കലും അതിന്റെ ഫൈനൽ വെലോസിറ്റി സീറോ ആവില്ല. പക്ഷെ നേരത്തെ ടൈം ഓഫ് അസെന്റ് നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ അവിടെ നമ്മൾ v = 0 കൺസിഡർ ചെയ്തു. കാരണം എന്താണ്? ആ ബോഡി മുകളിലേക്ക് ഒരു പോയിന്റിലെത്തി, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ആ ബോഡി എന്ത് ചെയ്യും? നമ്മളിങ്ങനെ മുകളിലേക്ക് എറിയുമ്പോൾ ആ ബോഡി അവിടെ ചെന്ന് റെസ്റ്റിലായ ശേഷമാണ് താഴേക്ക് വരുന്നത്. സോ റെസ്റ്റിലാവുന്ന പോയിന്റ് അത് നമ്മൾ ഫൈനൽ വെലോസിറ്റി 0 ആയിട്ട് എടുത്തു. പക്ഷേ ഈ ഒരു കേസിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഈ ബോഡി തിരിച്ച് ഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. ഒരു കൃത്യമായിട്ടുള്ള വെലോസിറ്റിയിലോട് കൂടിയാണ് ആ വസ്തു വന്ന് ഭൂമിയിലേക്ക് പതിക്കുന്നത്. സോ അവിടുത്തെ ഫൈനൽ വെലോസിറ്റി നമുക്ക് 0 ആയിട്ട് എടുക്കാനായിട്ട് കഴിയില്ല. അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. സോ അതുകൊണ്ട് നമുക്ക് നേരത്തെ ടൈം ഓഫ് അസെന്റിന് ഉപയോഗിച്ച v = u+at എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. പകരം നമ്മൾ മറ്റൊരു ഇക്വേഷൻ ഇവിടെ ഉപയോഗിക്കുന്നു. അത് ഏതാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിൽ u ഉണ്ട് 49 മീറ്റർ സെക്കൻഡ് റൈസ് മൈനസ് 1. പക്ഷേ v നമുക്കില്ല, v 0 അല്ല. ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു ഫൈനൽ വെലോസിറ്റി ഉണ്ടായിരിക്കും. അതുകൊണ്ട് v നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ കഴിയത്തില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? a ഉണ്ട് 9.8 മീറ്റർ സെക്കൻഡ് റൈസ് മൈനസ് 2 a ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻസ് ഓഫ് മോഷൻ s = ut + ½ at² കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തായി നമ്മൾ ഈ വാല്യൂസ് ഇട്ട് കൊടുക്കണം. ഇവിടെ നമ്മുടെ s എന്ന് പറയുന്ന കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് നമ്മൾ കണക്കാക്കി കഴിഞ്ഞാൽ ഈ ബോഡി താഴെ നിന്നും മുകളിലേക്ക് പോയി, അതുപോലെ നേരെ മുകളിൽ നിന്നും താഴേക്ക് വന്നു. സോ ഇതെന്ന് പറയുന്ന ഒരു ഹൈറ്റിൽ ട്രാവൽ ചെയ്യുന്ന വയ്ക്കുക. സോ ഇത് +h ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് നേരെ -h എന്ത് ചെയ്യുന്നുണ്ട്? താഴേക്ക് വരുന്നുണ്ട്. അപ്വേർഡ് മോഷൻ പോസിറ്റീവ് ഡയറക്ഷനിലും ഡൗൺവേർഡ് മോഷൻ നെഗറ്റീവ് ഡയറക്ഷനിലും എടുക്കണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ ഇത് +h ആണെങ്കിൽ ഇത് -h ആയിരിക്കും. സോ അവിടുത്തെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ അവിടുത്തെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് s എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലേ? ഇനി u എന്ന് പറയുന്നത് എന്താണ്? u 49 തന്നെയാണ്. 49 എന്താണ്? 49 ഇൻറ്റു t ആണ്. ഇൻറ്റു t ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ടൈം ഫാക്ടർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അവിടുത്തെ. സോ പ്ലസ് ഹാഫ് ഇൻറ്റു a എന്ന് പറയുന്നത് എത്രയാണ്? -9.8 ആണ്. ഇൻറ്റു t². അവിടുത്തെ t നമുക്ക് വേണം. ഓക്കെ, ഇത് നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഈ ടൈമിനെ നമുക്ക് ടോട്ടൽ ആയിട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9.8 / 2 ഇൻറ്റു t² എന്ന് കിട്ടും. ഇപ്പുറത്ത് 49t മാത്രമായിട്ടും കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഒരു ടിയും ഇവിടെ നിന്ന് ഒരു ടിയും കട്ട് ചെയ്തൂടെ? കട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ t ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ t = എന്ത് കിട്ടും? 49 ഇൻറ്റു 2 / 9.8 എന്ന് കിട്ടും. ഓക്കെ, ഇതിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇതിനെ നമ്മൾ ക്യാൻസൽ ചെയ്താൽ ഇതിനെ 4.9 എന്ന് എഴുതി കൂടെ? ഓക്കെ, 2നെ 9.8നെ കൂടെ ക്യാൻസൽ ചെയ്താൽ 4.9 എന്ന് എഴുതാം. ഓക്കെ, ദെൻ 49 / 4.9 അതിന്റെ ആൻസർ നമുക്ക് എത്ര കിട്ടും? 10 എന്ന് കിട്ടും. 10 സെക്കൻഡ്സ് എന്ന് കിട്ടും. സോ നമ്മുടെ ഇവിടുത്തെ ടൈം ഓഫ് ഫ്ലൈറ്റ്, അതായത് ആ ബോഡി ടോട്ടൽ ട്രാവൽ ചെയ്ത ടൈം എന്ന് പറയുന്നത് താഴെ നിന്നും മുകളിലേക്കും പിന്നെ മുകളിൽ നിന്നും താഴേക്കും ട്രാവൽ ചെയ്യാൻ എടുത്ത ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എത്ര കിട്ടി? 10 സെക്കൻഡ്സ് എന്ന് കിട്ടി. എത്ര കിട്ടി? 10 സെക്കൻഡ്സ്. സോ നമ്മുടെ ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതെന്താണ്? 10 സെക്കൻഡ്സ് ആണ്. എത്രയാണ്? 10 സെക്കൻഡ്സ് ആണ്. ഓക്കെ അല്ലേ? സോ ടൈം ഓഫ് അസെന്റും ടൈം ഓഫ് ഫ്ലൈറ്റ് ഇവിടെ കണ്ടുപിടിക്കുമ്പോഴുള്ള വ്യത്യാസം ഒന്ന് ആലോചിച്ച് വെക്കുക. ടൈം ഓഫ് അസെന്റ് നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ അവിടുത്തെ ഫൈനൽ വെലോസിറ്റി 0 ആയിട്ടും, പക്ഷേ ടൈം ഓഫ് ഫ്ലൈറ്റ് നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ അവിടെ ഫൈനൽ വെലോസിറ്റി നമ്മൾ 0 ആയിട്ട് എടുത്തില്ല. അതിന് കാരണം എന്താണ്? ഒരു കൃത്യമായിട്ടുള്ള ഒരു വെലോസിറ്റിയോട് കൂടിയാണ് ഈ വസ്തു ഭൂമിയിൽ വന്ന് പതിക്കുന്നത്. സോ അതിന്റെ ഫൈനൽ വെലോസിറ്റി നമുക്ക് 0 ആയിട്ട് എടുക്കുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഫൈനൽ വെലോസിറ്റി 0 ആക്കി എടുക്കാത്തത്. അതുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ അല്ലേ? സോ അടുത്ത നമ്മൾ കണ്ടുപിടിക്കുന്നത് വെലോസിറ്റി ഓഫ് ദിസ് ബോഡി അറ്റ് എ ഹൈറ്റ് 60 മീറ്റർ. അതായത് താഴെ നിന്ന് ഇങ്ങനെ ബോഡി ട്രാവൽ ചെയ്ത് തുടങ്ങി 60 മീറ്റർ കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ 60 മീറ്റർ ആകുമ്പോഴത്തേക്കും ആ ബോഡിയുടെ വെലോസിറ്റി എത്രയായിട്ട് മാറുന്നു എന്ന് നമ്മൾ കണക്കാക്കണം. ഓക്കെ, സോ നമുക്ക് ഇവിടെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ u ഉണ്ട് 49 ഉണ്ട്, ദെൻ a 9.8 അതുപോലെ തന്നെ ഉണ്ട്. പക്ഷെ നമുക്ക് അതുപോലെ s തന്നിട്ടുണ്ട് അല്ലേ? s എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ഹൈറ്റ് ആണ്. അത് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 60 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. എത്ര തന്നിട്ടുണ്ട്? 60 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ട കറസ്പോണ്ടിങ് വെലോസിറ്റി ആണ്. സോ വെലോസിറ്റി നമുക്ക് എങ്ങനെ ഏത് ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം? മൂന്നാമത്തെ ഇക്വേഷനായ v² - u² = 2as എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ v² ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, v² = u² + 2as എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇനി ഇതിലേക്ക് വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എത്ര കിട്ടും? നമ്മുടെ u എന്ന് പറയുന്നത് 49 ആണല്ലേ? സോ 49ന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു a എത്രയാണ്? a -9.8 ആണ്. ഇൻറ്റു s എത്രയാണ്? 60 ആണ്. ഓക്കെ, ഇനി ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും നോക്കാം. സോ നമുക്ക് എത്രയാണുള്ളത്? 49 സ്ക്വയർ. എത്രയാണ്? 49 സ്ക്വയർ എന്ന് പറയുന്നത് 2401 കിട്ടും. എത്ര കിട്ടും?
2401 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ പ്ലസ് അല്ല, പകരം എന്താണ് വരുന്നത്? മൈനസ് ആണ് വരുന്നത്. കാരണം എന്താണ്? ഈ മൈനസ് ഇപ്പുറത്ത് വരും. സോ നമുക്ക് ഇവിടെ മൈനസ് ഇടുവാനായിട്ട് സാധിക്കും. ദെൻ 2 × 9.8 × 60 എത്രയാണ്? 2 × 9.8 × 60 ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1176 എന്ന് കിട്ടും. എത്ര കിട്ടും? 1176 എന്ന് കിട്ടും. ഓക്കെ, ഇനി 2401 നിന്ന് നമ്മൾ എത്ര കുറയ്ക്കുന്നു? 1176 നമ്മൾ കുറയ്ക്കുന്നു. എത്ര കുറയ്ക്കുന്നു? 2401 നിന്ന് 1176 കുറച്ച് കഴിഞ്ഞ് നമുക്ക് 1225 എന്ന് കിട്ടും. എത്രയെന്ന് കിട്ടും? 1225 എന്ന് കിട്ടും. ഓക്കെ, അപ്പോ സോ വി സ്ക്വയർ ആണ് എന്ത്? 1225. ഇനി വി എത്രയായിരിക്കും? √1225 ആയിരിക്കും. √1225 ആയിരിക്കും. സോ ഈ റൂട്ടിനകത്ത് വരുന്ന ഈ വാല്യൂവിന് നമുക്ക് രണ്ട് റൂട്ടുകൾ എഴുതാൻ പറ്റും. ഒരു പോസിറ്റീവ് റൂട്ടും ഒരു നെഗറ്റീവ് റൂട്ടും നമുക്ക് എഴുതാൻ സാധിക്കത്തില്ല. ഒരു പോസിറ്റീവ് റൂട്ടും ഒരു നെഗറ്റീവ് റൂട്ടും നമുക്ക് എഴുതാൻ സാധിക്കും. സോ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1225 സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? +or-35 എന്ന് കിട്ടും. എത്ര കിട്ടും? +or-35 മീറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് കിട്ടും. ഇതൊരു വെലോസിറ്റി ആണ്. സോ മീറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ രണ്ട് വാല്യൂ കിട്ടി. +35 കിട്ടി, -35 കിട്ടി. ഇതിൽ നമ്മൾ ഏത് വാല്യൂ എടുക്കും? നമ്മളിവിടെ +35 മാത്രമേ എടുക്കാൻ പാടുള്ളൂ. കാരണം എന്താണ്? വെലോസിറ്റി അറ്റ് ഹൈറ്റ് 60 മീറ്റർ ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ ബോഡി ട്രാവൽ ചെയ്ത് തുടങ്ങി ഒരു ഹൈറ്റ് 60 മീറ്റർ എന്ന് പറയുന്ന ഒരു ഹൈറ്റിലേക്ക് എത്തുമ്പോൾ ഈ ബോഡിയുടെ വെലോസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ബോഡി ഇങ്ങനെ ട്രാവൽ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. 60 മീറ്റർ ഡിസ്റ്റൻസിലേ ഇത് മുകളിലേക്ക് എത്തിയിട്ടുള്ളൂ. സോ അവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി എപ്പോഴും എങ്ങോട്ട് തന്നെയാണ്? മുകളിലേക്ക് തന്നെയാണ് ഈ ബോഡിയുടെ വെലോസിറ്റി ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരിക്കലും താഴേക്കല്ല. അപ്പോൾ നമ്മൾ എന്തെടുക്കണം? പോസിറ്റീവ് സിമ്പിൾ മാത്രമേ ഇവിടെ എടുക്കാൻ പോകുള്ളൂ. സോ ഇവിടുത്തെ നമ്മൾ എടുക്കേണ്ട ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? +35 മീറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. എത്രയാണ്? +35 മീറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. അത് എടുക്കാനുള്ള കാരണം എന്താണ്? ഈ ബോഡി ഇപ്പോഴും എന്തിലാണ്? അപ്വേർഡ് ഡയറക്ഷനിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ അതിന്റെ മാക്സിമം ഹൈറ്റ് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. 122.5 ആണ്. അപ്പോൾ ഇത് 60 വരെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ 122.5 അകത്തല്ലേ 60 വരുന്നത്. സോ ആ ബോഡി ഇപ്പോഴും അപ്വേർഡ് മോഷനിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ വെലോസിറ്റിയും ഏത് ഡയറക്ഷനിലായിരിക്കും? മുകളിലേക്കായിരിക്കും. സോ അതിന്റെ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ ആയിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ പോസിറ്റീവ് സൈനിലുള്ള വാല്യൂ എടുത്തത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ച് കഴിഞ്ഞു. മാക്സിമം ഹൈറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ആ ബോഡി അക്യൂർ ചെയ്ത് 122.5 മീറ്റർ ആണ്. അതുപോലെ തന്നെ ടൈം ഓഫ് അസെന്റ്, ആ ബോഡി മുകളിലേക്ക് എത്താൻ എടുത്ത സമയം എന്ന് പറയുന്നത് 5 സെക്കൻഡ്. ടൈം ഓഫ് ഫ്ലൈറ്റ്, ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് 10 സെക്കൻഡ് ആണ്. ഓക്കെ, അത് രണ്ട് കണ്ടുപിടിക്കുമ്പോൾ ഒരു വ്യത്യാസം ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത വെലോസിറ്റി ഓഫ് ദ ബോഡി അറ്റ് ഹൈറ്റ് 60 മീറ്റർ, അത്രയും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ അല്ലേ? സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ സ്റ്റോൺ ഈസ് പ്രൊജക്റ്റഡ് വെർട്ടിക്കലി അപ്പ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ 73.5 മീറ്റർ with velocity 24.5 meters second inverse. Find the time taken by the stone to reach the foot of the tower. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഈ ടവറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 73.5 മീറ്റർ ആണ് തന്നിട്ടുണ്ട് അല്ലേ? എച്ച് എന്ന് പറയുന്നത് 73.5 മീറ്റർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇനിഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്? ഇനിഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത് 24.5 ആണെന്നും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ ദ സ്റ്റോൺ ടു റീച്ച് ദ ഫൂട്ട് ഓഫ് ദി ടവർ എന്നാണ് നമ്മളടുത്ത് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. നമ്മുടെ ഇങ്ങനെ ഒരു ടവർ ഉണ്ട് അല്ലേ? ഒരു ടവർ ഉണ്ട്. ഈ ടവറിന്റെ മേലിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കല്ലിങ്ങനെ മുകളിലേക്ക് എറിയുന്നു. ദെൻ കല്ല് മുകളിലേക്ക് പോയിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു? താഴേക്ക് തന്നെ വരുന്നു. ഫൂട്ട് ഓഫ് ദ ടവറിലേക്ക് വരുന്നു ആ കല്ല്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ടവറിന്റെ ഹൈറ്റ് എത്രയാണ് തന്നിട്ടുണ്ട്? 73.5 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, എത്രയാണ് തന്നിട്ടുണ്ട്? 73.5 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എറിയുന്നത് ഈ ടവറിന്റെ ടോപ്പിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ടവറിന്റെ ടോപ്പിൽ നിന്നാണ് നമ്മൾ എറിയുന്നത്. അപ്പോൾ ഈ ടവറിന്റെ ടോപ്പാണ് എന്തായിട്ട് എടുക്കാനുള്ളത്? നമ്മുടെ കോർഡിനേറ്റിന്റെ ഒറിജിൻ ആയിട്ട് എടുക്കാനുള്ളത്. അപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ പൊസിഷൻ നമ്മൾ കോർഡിനേറ്റിന്റെ ഒറിജിൻ ആയിട്ട് എടുക്കുന്നു. എന്നിട്ട് ഇതിന് മുകളിലേക്ക് നമ്മൾ നടത്തുന്ന എല്ലാ മെഷർമെന്റുകളും എന്തായിട്ട് എടുക്കുന്നു? പോസിറ്റീവ് ഡയറക്ഷനിൽ എടുക്കുന്നു. ഇതിന് താഴേക്ക് നമ്മൾ നടത്തുന്ന എല്ലാ മെഷർമെന്റുകളും നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് എടുക്കുന്നു. സോ അങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഈ ടവറിന്റെ ആ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒറിജിൻ എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന ആ ഒരു പോയിന്റിൽ നിന്നും താഴേക്കല്ലേ? താഴേക്കാണ്. സോ അത് 73.5 മീറ്റർ ആണ്. അതിന് നമ്മൾ എന്ത് കൊടുക്കണം? നെഗറ്റീവ് സിമ്പിൾ കൊടുക്കണം. മനസ്സിലായല്ലോ? അതിന് കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ കല്ലെറിയുന്നത് ഈ ടവറിന്റെ ടോപ്പിൽ നിന്നുമാണ്. അപ്പോൾ ഈ ടോപ്പിൽ നിന്നും മുകളിലേക്ക് നമ്മൾ മെഷർ ചെയ്യുന്ന എല്ലാ ക്വാണ്ടിറ്റീസിനും പോസിറ്റീവും, അതുപോലെ നമ്മൾ താഴേക്ക് മെഷർ ചെയ്യുന്ന എല്ലാ ക്വാണ്ടിറ്റീസിനും നെഗറ്റീവ് സിമ്പിളും കൊടുക്കണം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുത്തത്.
പക്ഷേ യു എന്ന് പറയുന്നത് നമ്മൾ പോസിറ്റീവ് തന്നെ എടുക്കും. കാരണം അതാണ് ഇവിടെ നിന്നാണ് നമ്മൾ മുകളിലേക്ക് എറിയുന്നത്. അപ്പോൾ അവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി പോസിറ്റീവ് തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ യുവിന് പോസിറ്റീവ് സിമ്പിൾ കൊടുത്തത്. ഓക്കെ അല്ലേ? ഇനി നമുക്കറിയാം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് -9.8 m/2 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ കല്ല്, ഈ സ്റ്റോൺ എന്ന് പറയുന്നത് ഇവിടെ നിന്നും ഈ ടവറിന്റെ ഫൂട്ട് വരെ, ഈ ടവറിന്റെ ചുവട് വരെ എത്താനെടുത്ത സമയമാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ഇവിടെ എച്ച് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പം ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് വലിയ പ്രസക്തിയുള്ള ഇക്വേഷൻ അല്ല. രണ്ടാമത്തെ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കും. S = ut + ½ at² എന്ന് പറയുന്ന രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് ഇവിടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് എസ് എത്രയാണെന്ന് അറിയാം. എസ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈറ്റ് ആണ്. ആ ഹൈറ്റ് എത്രയാണ്? മൈനസ് ആണ്. -73.5 മീറ്റർ ആണ്. സോ -73.5 അതുപോലെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, -73.5 = യു എന്ന് പറയുന്നത് എത്രയാണ്? യു 24.5 ആണ്. യു 24.5 ആണ് ഇൻറ്റു ടി ആണ്, പ്ലസ് ½ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ -9.8 ആണ്. ½ ഇൻറ്റു -9.8 ഇൻറ്റു t² എന്ന് വരും. ഓക്കെ, ഇനി -73.5 = 24.5 t മൈനസ് വരും. എന്താ, ഈ മൈനസ് ഇപ്പുറത്തോട്ട് വരും. സോ -½ 9.8 ഇൻറ്റു t² എന്ന് വരും അല്ലേ? ഇനി ഇതിനെ ഒന്ന് നമുക്ക് ക്യാൻസൽ ചെയ്ത് എഴുതി നോക്കാം. ഇനി -73.5 = 24.5 t -4.9 t² വരും. എത്ര കിട്ടും? 4.9 t² എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ t² ഇപ്പുറത്ത് കൊണ്ടുവരണം. എന്ത് ചെയ്യണം? t² ഇപ്പുറത്ത് കൊണ്ടുവരണം. ഓക്കെ, t² നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുപോയി 4.9 t² എന്ന് എഴുതാം. ഇനി ഇതിനെ കൂടെ നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവരുന്നു 24.5. അപ്പോൾ -24.5 t എന്ന് എഴുതാം. ഇനി ഓൾറെഡി -73.5 ഇവിടെ ഉണ്ട്. സോ -73.5 = 0. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിലാണ്. ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. ഓക്കെ, സോ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫുൾ ടേമിനെ നമുക്ക് 4.9 കൊണ്ട് നമുക്ക് അങ്ങ് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഫുൾ ടേമിനെ നമ്മൾ 10 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എല്ലാ ടേമിനെ നമുക്ക് 49 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ 49 ക്യാൻസൽ ചെയ്യാൻ പറ്റും. 49 ക്യാൻസൽ ചെയ്യുക. ഇവിടെ നമുക്ക് വേറെ ഒന്നും എഴുതാനില്ല, 1 തന്നെ കിട്ടും. പക്ഷേ നമ്മൾ ഇവിടെ 49 ക്യാൻസൽ ചെയ്യാൻ നമുക്ക് എത്ര കിട്ടും? 5 എന്ന് കിട്ടും അല്ലേ? 49 × 5 എത്ര കിട്ടും? 49 × 5 എന്ന് പറയുന്നത് 5 × 20 9 45 അല്ലേ? അപ്പോൾ സോ 245 എന്ന് വരും അല്ലേ? ഇനി ഈ 73.5 49 ക്യാൻസൽ ചെയ്യാൻ നമുക്ക് 15 കിട്ടും. അത് നമുക്ക് എങ്ങനെ കിട്ടും നോക്കാം. നമ്മൾ 49 × 15 നമ്മൾ ചെയ്ത് നോക്കാം. 49 × 15 നമുക്ക് ചെയ്യുമ്പോൾ 9 45 5 ശിഷ്ടം 4 നമുക്ക് കിട്ടും. പിന്നെ 5 × 20 29 29 4 33 എന്ന് കിട്ടും. 33 3 ശിഷ്ടം 3 4 3 7 എന്ന് കിട്ടും. സോ 735. സോ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 735, അല്ലെങ്കിൽ നമ്മൾ 10 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ 73.5 എന്ന് കിട്ടും. സോ നമുക്ക് ഇതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് എങ്ങനെ എഴുതാം? t² - 5t - 15 = 0 എന്ന് എഴുതാം. സോ ഇതെന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോമിലാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ക്യാൻസൽ ചെയ്ത് ഇതിൽ നിന്ന് ടിയുടെ വാല്യൂസ് കണ്ടുപിടിക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ട കറസ്പോണ്ടിങ് ടൈം ആണ്. ഇവിടെ നിന്നും ഈ കല്ല് താഴേക്ക് എത്തുമ്പോൾ എത്ര സമയം എടുക്കുന്നു, അതാണ് ടിയുടെ വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യണം. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ റൂട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് t = എന്താണ്? -b ± √b² - 4ac/2a എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. എയും ബിയും സിയും ഒക്കെ നിങ്ങൾക്ക് അറിയാം. a എന്ന് പറയുന്നത് ഇവിടുത്തെ t² കോഎഫിഷ്യന്റ്, b എന്ന് പറയുന്നത് ടിയുടെ കോഎഫിഷ്യന്റ്, c എന്ന് പറയുന്നത് ഇവിടുത്തെ കോഎഫിഷ്യന്റ്. അത്രയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര? സോ ഇവിടെ -b ആണ്. ഓക്കെ, ഇവിടുത്തെ b എന്ന് പറയുന്നത് -5 ആണ്. സോ -b എടുക്കുമ്പോൾ നമ്മൾ ഇവിടെ എത്ര കിട്ടും? അത് +5 ആയിട്ട് മാറും. ഓക്കെ, സോ +5 എന്ന് കിട്ടും. +5 ± √√, എന്താണ്? b² എന്ന് വെച്ചാൽ എന്താണ്? -5 the whole square. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? 25 എന്ന് കിട്ടും. 25 - 4 × a. a എന്ന് പറയുന്നത് t² കോഎഫിഷ്യന്റ്, അത് 1 തന്നെയാണ്. 1 × c എന്ന് പറയുന്നത് എത്രയാണ്? c എന്ന് പറയുന്നത് -15 ആണ്. ഓക്കെ അല്ലേ? ബൈ 2a. 2a എന്ന് പറയുന്നത് 2 × a. എയുടെ കോഎഫിഷ്യന്റ് 1 തന്നെയാണ്. ഓക്കെ, സോ 2 × 1. ഓക്കെ, അത് 2 എന്ന് തന്നെ നമുക്ക് കിട്ടും അല്ലേ? ഇനി എത്ര കിട്ടും നമുക്കിത്? 5 ± √25 മൈനസ് 4 × മൈനസ് അല്ല പ്ലസ് വരും, കാരണം ഇവിടെ 2 മൈനസ് ഉണ്ട്. സോ രണ്ടും കൂടെ നമുക്ക് പ്ലസ് ആക്കി എടുക്കാൻ പറ്റും. പ്ലസ് ആക്കി എടുക്കാം. സോ 4 × 15, സോ 40 4 × 20. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 60 എന്ന് കിട്ടും അല്ലേ? സോ ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എങ്ങനെ കിട്ടും? സോ 5 ±
√85 ഹോൾ ഡിവൈഡ് ബൈ 2 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഇനി ഇതിനെ സോൾവ് ചെയ്തെടുക്കണം. നമുക്ക് √85 വാല്യൂ ഒന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ √85 വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 9.219 എന്നാണ്. എത്രയാണ് √85 വാല്യൂ എന്ന് പറയുന്നത്? എത്രയാണ്? 9.219. ഇങ്ങനെയാണ് √85 വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ഈ √85 വാല്യൂ നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് നമുക്ക് കിട്ടുന്ന ടി എന്ന് പറയുന്നത് 5 പ്ലസ് ആണ്. 5 പ്ലസ് 9.219 ഡിവൈഡ് ബൈ 2 ഈ ഒരു വാല്യൂ നമുക്ക് കിട്ടും. അതിന് നമുക്ക് ടി ഉണ്ടെന്ന് കൊടുക്കാം. നമുക്ക് രണ്ടാമതൊരു ടൈം കിട്ടുന്നത് T2 എന്ന് പറയുന്നത് എത്രയാണ്? T2 എന്ന് പറയുന്നത് അതുപോലെ തന്നെ 5 മൈനസ് ആണ് അല്ലേ, മൈനസ് 9.219 ഡിവൈഡ് ആയി നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ഇനി 5 പ്ലസ് 9.219 എത്ര കിട്ടും? നമുക്ക് 14.219 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. ഇത് നമുക്ക് എത്ര കിട്ടും? 5 മൈനസ് 9.219 ആണ്. അത് നമുക്ക് എത്ര കിട്ടും? മൈനസ് 4.219 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ രണ്ട് വാല്യൂസ് ആണ് നമ്മൾ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വാല്യൂ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നമുക്കറിയാം, ഇവിടെ കിട്ടുന്ന നമുക്ക് എന്തായാലും ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. പക്ഷേ ഇവിടെ കിട്ടുന്ന എന്താണ്? ഒരു നെഗറ്റീവ് വാല്യൂ ആണ്. കാരണം ഇവിടെ നെഗറ്റീവ് സിമ്പിൾ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് ഇവിടെ കിട്ടുന്നത് ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. നിങ്ങൾ എവിടെയെങ്കിലും ടൈം നെഗറ്റീവ് എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ ഒരിക്കലും ടൈമിന് നെഗറ്റീവ് സിമ്പിളോട് നമ്മൾ എഴുതാറില്ല. കാരണം ടൈം എപ്പോഴും അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. സോ നമ്മൾ അതിനെ നെഗറ്റീവ് സിമ്പിൾ നമ്മൾ കൊടുക്കാറില്ല. സോ ഈ വാല്യൂവിന് ഇവിടെ ഒരു എന്താണ് പ്രസക്തിയും ഇല്ല. അപ്പോൾ ആ വാല്യൂ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. സോ നമ്മൾ ഇതിന്റെ വാല്യൂ മാത്രം കണ്ടുപിടിച്ചാൽ മതി. 14.219 ഡിവൈഡ് ബൈ 2 അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ എന്നുള്ളത്. സോ നമ്മൾ കണ്ടുപിടിക്കുന്നു 14.219 ഡിവൈഡ് ബൈ 2. സോ നമ്മൾ 14.219 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടുമെന്ന് അറിയാവോ? 7.109 എന്ന് കിട്ടും. എത്ര കിട്ടും? 7.109 സെക്കൻഡ്സ് എന്ന് കിട്ടും. എത്ര കിട്ടും? 7.109 സെക്കൻഡ്സ് എന്ന് കിട്ടും. സോ നമ്മുടെ ഇവിടുത്തെ ടൈം പീരീഡ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. സോ ആ ടവറിന്റെ മുകളിൽ നിന്നും നമ്മൾ സ്റ്റോൺ എടുത്ത് ഇങ്ങനെ എറിഞ്ഞ് ആ ടവറിന്റെ താഴേക്ക് ആ സ്റ്റോൺ എത്തുമ്പോഴുള്ള ആ ഒരു സമയം എന്ന് പറയുന്നത്, ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 7.109 സെക്കൻഡ് ആയിരിക്കും. ഓക്കെ അല്ലേ? സോ നമ്മൾ അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കുവാണ്. ക്വസ്റ്റ്യൻ നിങ്ങളുടെ ബോർഡിൽ കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് വെർട്ടിക്കലി അപ്പ് ഫ്രം ദ ഫുട്ട് ഓഫ് എ ടവർ 392 meter height with a velocity 98 meters second inverse. At the same instant, another body is dropped from the top. Find when and where they will meet. Okay. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഒരു ബോഡി ഇങ്ങനെ ഒരു ടവറിന്റെ ചുവടിൽ നിന്ന് മുകളിലേക്ക് എറിയുവാണ്. ആ ടവറിന്റെ നീളം എന്നുള്ളത് 392 മീറ്റർ ആണ്. ഈ ബോഡി ടവറിന്റെ ചുവടിൽ നിന്ന് മുകളിലേക്ക് എറിയുന്ന വെലോസിറ്റി 98 മീറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. അതുപോലെ തന്നെ ആ സെയിം ടൈമിൽ മറ്റൊരു ബോഡി ടവറിന്റെ മുകളിൽ നിന്നും താഴേക്ക് ഇടുവാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് വെൻ ആൻഡ് വെയർ ദേ വിൽ മീറ്റ്. അതായത് ഈ ഡ്രോപ്പ് ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങിയതിനു ശേഷം എത്ര സമയത്തിന് ശേഷമാണ് അവ തമ്മിൽ മീറ്റ് ചെയ്യുന്നത്? വെൻ ആൻഡ് വെയർ. അതുപോലെ തന്നെ അവ മീറ്റ് ചെയ്യുന്ന പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അവ മീറ്റ് ചെയ്യുന്ന കറസ്പോണ്ടിങ് പൊസിഷൻ ഏതാണ്, എത്ര ഹൈറ്റിലാണ് അവ മീറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എത്ര സമയം കൊണ്ടാണ് അവ പരസ്പരം മീറ്റ് ചെയ്യുന്നത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനൊരു ഫിഗറിന്റെ രൂപത്തിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ടവർ ഉണ്ട് അല്ലേ, ഒരു ടവർ ഉണ്ട്. ആ ടവറിനെയാണ് ഞാനിങ്ങനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ടവർ ഉണ്ട്. ഈ ടവറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയാമോ? 392 മീറ്റർ ആണ്. എത്രയാണ്? 392 മീറ്റർ ആണ് ഈ ടവറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. 392 മീറ്റർ ആണ് ഈ ടവറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. 392 മീറ്റർ ആണ്. അപ്പോൾ ഒരു ബോഡി ഇവിടെ നിന്ന് മുകളിലേക്ക് എറിയുന്നു, മറ്റേ ബോഡി ഇവിടെ നിന്ന് താഴേക്ക് എറിയുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുന്നു ഒരു പർട്ടിക്കുലർ പോയിന്റ് ഗ്രൗണ്ടിൽ നിന്നും ഒരു പർട്ടിക്കുലർ എക്സ് എന്ന് പറയുന്ന പോയിന്റിന് വച്ചിട്ടാണ്, ഈ ഒരു എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ടാണ് ഈ രണ്ട് ബോഡികളും ഈ രണ്ട് വസ്തുക്കളും പരസ്പരം മീറ്റ് ചെയ്യുന്നതെന്ന് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു സമയം ഞാൻ ടി ആയിട്ട് എടുക്കുന്നു. ഈ രണ്ട് വസ്തുക്കളും മീറ്റ് ചെയ്യുന്ന സമയം ടി ആയിട്ടും ഈ രണ്ട് വസ്തുക്കളും മീറ്റ് ചെയ്യുന്ന ഒരു പൊസിഷൻ ഗ്രൗണ്ടിൽ നിന്നും എക്സ് മീറ്റർ മുകളിലാണ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും എക്സ് ആണ്. സോ ഇത്രയും എന്ത് കിട്ടും? 392 മൈനസ് എക്സ് എന്ന് എടുത്തൂടെ? 392 മൈനസ് എക്സ്, ടോട്ടൽ 392. ഇത്ര എക്സ് ഇതെന്ന് പറയുന്നത് 392 മൈനസ് എക്സ് എന്ന് എടുക്കാം. ഇത് നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കൊടുക്കാം. ഇത് സി എന്നും ഇത് എ എന്നും ഇത് ബി എന്നും കൊടുക്കാം. ഇനി നമ്മൾ ഈ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ നമ്മൾ ഓരോ ഇക്വേഷൻസ് ഓഫ് മോഷനിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഞാൻ ആദ്യം പറയുന്നത് നമ്മൾ താഴെ നിന്നും മുകളിലേക്ക് എറിയുന്ന ബോഡിയുടെ കാര്യമാണ്. ഞാൻ ആ ബോഡിക്ക് എ എന്ന് പറയുന്ന പേര് കൊടുക്കണം. എന്താണ് എ എന്ന് പറയുന്ന പേര് ഞാൻ ബോഡിക്ക് കൊടുത്തെന്ന് വയ്ക്കാം. അപ്പോൾ ഫോർ എ ബോഡി എ, ഫോർ ബോഡി എ, ബോഡി എയുടെ കാര്യത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുവാനായിട്ട് പോകുന്നത്. ഈ ബോഡി എയുടെ കേസിൽ ഞാൻ S = ut + ½ AT² എന്ന് പറയുന്ന നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ
അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇവിടുത്തെ എസ് എന്ന് പറയുന്നത് ഈ രണ്ട് ബോഡികളും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ആ ഒരു പൊസിഷനാണ്. അത് ഞാൻ എക്സ് എന്ന് എടുത്തിട്ടുണ്ട്. ഗ്രൗണ്ടിൽ നിന്നും എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചാണ് ഈ ബോഡികൾ രണ്ടും പരസ്പരം മീറ്റ് ചെയ്യുക. സോ എസിനെ നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? എക്സ് ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ഇനി യു എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? യു നമുക്ക് തന്നിട്ടുണ്ട് 98 മീറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് അല്ലേ? യു നമുക്ക് 98 മീറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. സോ യു എന്ന് പറയുന്നത് 98 മീറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. ഇൻറ്റു ടൈം ടി ആണ് പ്ലസ് 1/2 ഇൻറ്റു എ എന്ന് പറയുന്നത് -9.8 ആണ് ഇൻറ്റു ടി സ്ക്വയർ ടൈം കറസ്പോണ്ടിങ് ടി തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒന്നും അറേഞ്ച് ചെയ്ത് എഴുതണം. അറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് എത്ര കിട്ടും നോക്കാം. സോ എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു 98t മൈനസ് 4.9 ടി സ്ക്വയർ എന്ന് കിട്ടും അല്ലേ? നമുക്ക് ഇങ്ങനെ കിട്ടും എക്സ് ഈസ് ഈക്വൽ ടു 98t മൈനസ് 4.9 ടി സ്ക്വയർ. ഇത് ഞാൻ ഇക്വേഷൻ 1 എന്ന് എടുക്കുന്നു. ഇത് ബോഡി എയുടെ കാര്യത്തിലാണ് ഞാൻ എടുക്കുന്നത്. ഈ ബോഡി എ എന്ന് പറയുന്നത് താഴെ നിന്നും മുകളിലേക്ക് എറിയുന്ന വസ്തുവിനാണ് ബോഡി എ എന്ന് എടുക്കുന്നത്. ഇനി ഞാൻ മുകളിൽ നിന്നും താഴേക്ക് എറിയുന്ന വസ്തുവിനെ ബോഡി ബി എന്ന് എടുക്കുവാണ്. ഓക്കെ, ബോഡി ബി എന്ന് എടുത്തു കഴിഞ്ഞാൽ ഫോർ ബോഡി ബി, ബോഡി ബിയുടെ കേസിലാണ് ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഈ ബോഡി ബിയുടെ കേസിൽ ഞാൻ എസ് ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്ന് പറയുന്ന ഇതേ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. ഇവിടുത്തെ എസ് എന്ന് പറയുന്നത് ഇതായിരിക്കും, 392 മൈനസ് എക്സ് ആയിരിക്കും. കാരണം എന്താണ്? ഈ ബോഡി ഇവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഈ ഇത്രയും ഡിസ്റ്റൻസ് കഴിഞ്ഞ ശേഷമാണ് ഇവ തമ്മിൽ മീറ്റ് ചെയ്യുന്നത്. സോ അവിടുത്തെ എസ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 392 മൈനസ് എക്സ് ആയിരിക്കും ഈസ് ഈക്വൽ ടു യു എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ നമ്മൾ യു എന്ന് പറയുന്നത് 0 ആണ്. കാരണം ഈ ബോഡി മുകളിൽ നിന്ന് താഴേക്കാണ് ഇറങ്ങുന്നത്. സോ അവിടുത്തെ യു എന്ന് പറയുന്നത് എത്രയാണ്? 0 ആയിരിക്കും. എത്രയായിരിക്കും? 0 ആയിരിക്കും. 0 ഇൻറ്റു ടി പ്ലസ് 1/2 ഇൻറ്റു എ എന്ന് പറയുന്നത് എത്രയാണ്? -9.8 ഇൻറ്റു ടി സ്ക്വയർ എന്ന് വരും അല്ലേ? സോ ഇതൊന്ന് സോൾവ് ചെയ്തെടുക്കുക. ഇതൊന്ന് സോൾവ് ചെയ്തെടുക്കുമ്പോൾ 392 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 0. 0 ഇൻറ്റു ടി 0 മൈനസ് 1/2 ഇൻറ്റു 9.8. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് നമുക്ക് 4.9 എന്ന് വരും. സോ മൈനസ് 4.9 ഇൻറ്റു ടി സ്ക്വയർ എന്ന് വരും അല്ലേ? ഇനി ഇതിനെ ഇപ്പുറത്തുകൊണ്ട് വരുന്നു. എൻ്റെ എക്സിന് നമ്മൾ അപ്പുറത്തുകൊണ്ട് പോകണം. സോ 392 മൈനസ് 4.9 ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. ഇക്വേഷൻ 1ഉം 2ഉം കൂടെ ഞാൻ നോക്കുന്നു. രണ്ടും എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറയുന്ന ഫോമിലാണ് വരുന്നത്. എന്നിട്ട് ഞാൻ ഇതിനെ രണ്ടിനെയും കമ്പയർ ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ എക്സ് ആദ്യത്തെ ഇക്വേഷനിൽ 98t മൈനസ് 98t മൈനസ് 4.9 ടി സ്ക്വയർ ആണ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഇക്വേഷനിൽ 392 മൈനസ് 4.9 ടി സ്ക്വയർ ആണ് എക്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യണം. ഇക്വേഷൻ 1,2 ഞാൻ ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, സമത്തിനപ്പുറത്ത് എക്സും ആണ്. സോ നമുക്ക് ഇക്വേറ്റ് ചെയ്തെടുക്കാം. സോ ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 392 മൈനസ് 4.9 ടി സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, സോൾവ് ചെയ്യണം. ഇതിനെ നമ്മൾ സോൾവ് ചെയ്യണം. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ ഈ രണ്ട് ടി സ്ക്വയർ ടേംസ് ക്യാൻസൽ ആയി പോകും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എത്ര കിട്ടും? 98t ഈസ് ഈക്വൽ ടു 392 എന്ന് കിട്ടും. എത്ര കിട്ടും? 98t ഈസ് ഈക്വൽ ടു 392 എന്ന് കിട്ടും. ഓക്കെ, സോ അതിൽ നിന്ന് t ഈസ് ഈക്വൽ ടു 392/98 എന്ന് കിട്ടും. എത്ര കിട്ടും? 392 ഡിവൈഡ് ബൈ 98 എന്ന് കിട്ടും. സോ ഇതിനെ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ഈ 98ന് ഈ 392 നമ്മൾ 98 ക്യാൻസൽ ചെയ്ത് നമുക്ക് 4 എന്ന് വരും. സോ കറസ്പോണ്ടിങ് ടൈം എന്ന് പറയുന്നത് 4 സെക്കൻഡ്സ് കിട്ടി അല്ലേ? സോ ടൈം എത്ര കിട്ടി? 4 സെക്കൻഡ്സ്. അതായത് നമ്മൾ ഈ താഴെ നിന്നും മുകളിലേക്ക് ആ വസ്തു എറിഞ്ഞപ്പോൾ 4 സെക്കൻഡ്സിന് ശേഷമാണ് ഈ വസ്തുക്കളെ പരസ്പരം കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് എറിഞ്ഞപ്പോൾ 4 സെക്കൻഡ്സിന് ശേഷമാണ് ഈ വസ്തുക്കൾ തമ്മിൽ പരസ്പരം എന്ത് ചെയ്തത്? കണ്ടുമുട്ടിയത് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ വസ്തുക്കൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ കറസ്പോണ്ടിങ് ഹൈറ്റ് കണ്ടുപിടിക്കണം. എക്സ് ആണ് നമ്മൾ അവിടെ എടുത്തേക്കുന്ന ഹൈറ്റ് എന്നുള്ളത്. സോ അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം? എക്സ് കണ്ടുപിടിക്കണം. സോ എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം 98t മൈനസ് 4.9 ടി സ്ക്വയർ ആണ്. അപ്പോൾ ഈ ടിയുടെ വാല്യൂ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷൻ 1ൽ ഇട്ട് കൊടുക്കുന്നു. സോ ഈ ടിയുടെ വാല്യൂ t ഈക്വൽ ടു 4 സെക്കൻഡ് എന്ന് ഇക്വേഷൻ 3 ആണെന്ന് ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇക്വേഷൻ 1ലേക്ക് ടിയുടെ വാല്യൂ ഇട്ട് കൊടുക്കണം. ഇക്വേഷൻ 1 എന്ന് പറയുന്നത് 98t മൈനസ് 4.9 ടി സ്ക്വയർ ആണ്. സോ എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? 98t മൈനസ് 4.9 ടി സ്ക്വയർ ആണ് അല്ലേ? സോ 98 ഇൻറ്റു ടി 4 ആണ് മൈനസ് 4.9 ഇൻറ്റു ടി സ്ക്വയർ. സോ 4 സ്ക്വയർ. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. 98 ഇൻറ്റു 4 എത്രയാണ്? 98 ഇൻറ്റു 4 മൈനസ് എത്രയാണ്? 4.9 ഇൻറ്റു 4 സ്ക്വയർ ആണ്. 4.9 ഇൻറ്റു 4 സ്ക്വയർ. 4.9 ഇൻറ്റു 4 സ്ക്വയർ നമുക്ക് എത്ര കിട്ടും അറിയാവോ? 313.6 എന്ന് പറയും. എത്ര കിട്ടും? 313.6 മീറ്റർ എന്ന് കിട്ടും. എത്ര കിട്ടും? 313.6 മീറ്റർ എന്ന് കിട്ടും. സോ എന്താണ്? ഈ ബോഡി ഈ ഗ്രൗണ്ടിൽ നിന്ന് മുകളിലേക്ക് ഇറങ്ങിയ ശേഷം 313.6 മീറ്ററിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഈ രണ്ട് വസ്തുക്കളും തമ്മിൽ പരസ്പരം കണ്ടുമുട്ടുന്നത്. സോ എക്സ് ഈക്വൽ ടു 313.6 എന്ന് പറയുന്ന ആ ഒരു ഡിസ്റ്റൻസിലും അതുപോലെ ടൈം ഈക്വൽ ടു 4 സെക്കൻഡിലുമാണ് ഈ വസ്തുക്കൾ എന്ത് ചെയ്യുന്നത്? പരസ്പരം കണ്ടുമുട്ടുന്നത് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ?
അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ്. നമ്മൾ ഇന്നും കുറച്ച് പ്രോബ്ലംസ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നത്തെ 2 ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇനിയും ഈ ചാപ്റ്ററിനകത്ത് ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാനായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കാൻ കഴിയത്തില്ല, കാരണം നമുക്ക് മറ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കാനുള്ളതാണ്. സോ ഇനിയുള്ള പ്രോബ്ലംസ് നിങ്ങൾ തനിയെ ചെയ്തു നോക്കണം, സ്വയമായിട്ട് ചെയ്തു നോക്കണം. എന്നിട്ട് അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കിട്ടുവാണെങ്കിൽ അത് ചെയ്തു നോക്കണം. ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ടൊക്കെ ഇരുന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണം. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ചാപ്റ്ററിന്റെ തിയറി പാർട്ട് നല്ലതുപോലെ പഠിച്ചു വെക്കുക, പ്രോബ്ലം പാർട്ടും അത്യാവശ്യം നല്ലപോലെ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്ററുമായി കാണാം. അതുവരേക്കും നന്ദി.